പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19 ആയിട്ടുണ്ട്. ഏകദേശം 12 ദിവസത്തിനുള്ളിൽ ഈ വർഷം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബൈക്ക്, സ്കൂട്ടറിനെല്ലാം ന്യൂ ഇയർ ആയിട്ട് ഒരു ചേഞ്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിന് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എഞ്ചിൻ ഓയിലിൽ ഒരു ആവറേജ് നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു കമ്പനി എഞ്ചിൻ ഓയിലിൽ 350 രൂപയെ വില വരുന്നുള്ളൂ. അത് നിങ്ങൾ മാറ്റുക. കാരണം ചിലപ്പോൾ 1000 കിലോമീറ്റർ, 1500, 2000, 5000 കിലോമീറ്റർ ആയിട്ടും ചേഞ്ച് ചെയ്യാത്ത വാഹനങ്ങളെല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും എഞ്ചിൻ ഓയിൽ അത് മാറ്റി കൊടുത്തേക്ക്. അത് എന്താ പറയുക, വാഹനത്തിൻ്റെ ബ്ലഡാണ്. അത് മാറ്റി നല്ല പുതിയൊരു എഞ്ചിൻ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അവൻ നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. പിന്നെ എയർ ഫിൽറ്റർ, വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ, അത് സാധാരണഗതിയിൽ ഒരു 200-220 രൂപ റേഞ്ചിൽ ഒരുവിധം ബൈക്കുകളും സ്കൂട്ടറിൻ്റെ എയർ ഫിൽറ്റർ ലഭ്യമാണ്. അപ്പോൾ അതും കൂടി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും, മൈലേജ് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു ചെറിയ നെഞ്ചുവേദന പോലെ ഉണ്ടാവില്ല, ഒരു എയർ കിട്ടാനുള്ളൊരു ബ്ലോക്കാണല്ലോ. എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് എയർ കിട്ടില്ല, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ബ്ലോക്ക് ഒന്ന് മാറിക്കിട്ട് വണ്ടി നന്നായിട്ട് പെർഫോം ചെയ്യും. ഇത് രണ്ടും കൂടി നമുക്ക് ഏകദേശം ഒരു 650 രൂപ ആ റേഞ്ചിലേക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. ഇത് 2 കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ വാഹനത്തിന് നല്ലൊരു പെർഫോമൻസ് എന്തായാലും കിട്ടും. പിന്നെ ഒരു 200 രൂപ കൂടി കയ്യിലുണ്ടെങ്കിലും മുടക്കി വണ്ടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. ഒന്ന് വാഷ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വാഷ് ചെയ്ത് അതിൻ്റെ കൂടെ ആ ഓയിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എന്താ പറയുക, മണ്ണ്, ചെളി കാര്യങ്ങളൊക്കെ അതിൽ പറ്റി പിടിക്കൊന്നുമില്ല. അപ്പോൾ വാഹനത്തിന് അടിയുള്ള ഭാഗങ്ങളെല്ലാം തുരുമ്പ് പിടിക്കാതിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും നമ്മുടെ വാഹനത്തിന് ചെയ്യാം. ഇതൊരു റിമൈൻഡർ ആയിട്ട് കൂടെ കണക്കാക്കുക. ഇപ്പോൾ പഴയ വാഹനങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന എല്ലാവരും ഇത് ഓയിൽ മാറുക, ഫിൽറ്റർ മാറുക, ഇതെല്ലാം ഓർത്തിരിക്കുന്നൊന്നും ഉണ്ടാവില്ല. എന്നാണ് മാറിയെന്ന് പോലും ചിലർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും ഒരു റിമൈൻഡർ ആയിട്ട് എടുത്ത് നമ്മളുടെ വാഹനത്തിന് വേണ്ടി ഈ 2 കാര്യങ്ങളും ഈ ന്യൂ ഇയർ ആയിട്ട് ചെയ്യുക. ഓക്കെ.